ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. എഗ് റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതായി അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറികളൊക്കെയാണ് കേട്ടോ. ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, ക്യാബേജ് ഉണ്ട്, നമുക്ക് ബീൻസ് വെയറൊക്കെ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് അത്രയാണ്. ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് കാബേജ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 3 മുട്ടയാണ്. ആ മുട്ടയ്ക്ക് ആവശ്യമായ കുരുമുളക് പൊടിയും ഉപ്പും നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇനി നമ്മുടെ ഈ കൂട്ടിനാവശ്യമായ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഈ കൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ നമുക്ക് ചേർക്കാം. ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്ക് നമ്മുടെ മുട്ടയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ച് ഉടനെ ഇളക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ തീർത്തും നമ്മുടെ ഈ കൂട്ടിനോട് യോജിച്ച് പോവും. ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് ഈ എഗ് റൈസിൻ്റെ സ്പെഷ്യാലിറ്റി കേട്ടോ. ചിക്കി എടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിനി. ഇനി മുട്ട സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണേൽ ചിക്കി എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാലും മതി കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ ഒരു പാത്രത്തിൽ നമുക്കെല്ലാം കൂടെ എടുക്കാൻ പറ്റും. ഒരുപാട് പാത്രമൊന്നും നമുക്ക് എടുക്കേണ്ട വരത്തില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. അതും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നോളം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ റൈസൊക്കെ നമ്മൾ വെന്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അതും കൂടെ ഇതിനകത്തും ഇട്ട് മിക്സ് ചെയ്താൽ മതി. അതിന് മുന്നേ നമുക്ക് 2 സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ചുവ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വേണ്ട. നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണമൊക്കെയാണ് കേട്ടോ ഇതിന്. റൈസ് നമ്മൾ വെന്ത് ഊറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് റൈസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി എടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കറികളൊന്നും വേണ്ട നമുക്ക് കഴിക്കാനായിട്ട്. ഞാൻ കുറച്ച് സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.